ഉരുളക്കിഴങ്ങ് നന്നായിട്ട് നമ്മൾ വെള്ളം ഒന്നും ചേർക്കാണ്ട് നന്നായിട്ട് ജ്യൂസ് ജാസിയുടെ ഈ ഒരു ഫേസ് പാക്കാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ പോണത്. 1-2 തവണ ഞാൻ അതിന് മുമ്പ് ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ റിസൾട്ട് കിട്ടോ ഇല്ലയോ എന്നൊക്കെ ഈ ഒരു ലോങ് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് കാണാൻ നോക്കുന്നത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ 1-2 ഇൻഗ്രീഡിയൻസിൽ ചേഞ്ച് ഒക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഉരുളക്കിഴങ്ങാണ്. വെള്ളമൊന്നും ചേർക്കാതെ മിക്സിൻ്റെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കുക. ഒരുപാട് ഉരുളക്കിഴങ്ങ് ഇട്ടാൽ നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പേസ്റ്റിലേക്ക് പിന്നെ ആഡ് ചെയ്യുന്നത് ടൊമാറ്റോ ജ്യൂസാണ്. അപ്പോൾ ഒരു ടൊമാറ്റോ ഞാൻ എടുക്കുന്നുണ്ട്. അതിൻ്റെ പകുതി ഞാൻ കട്ട് ചെയ്ത് കുറച്ച് ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പകുതി വരുന്ന ടൊമാറ്റോ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്ര ടൊമാറ്റോ മതി. അപ്പോൾ നമ്മൾ ടൊമാറ്റോ എടുക്കുകയാണെങ്കിൽ വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ അതിനുള്ളൊരു ഇതും കൂടി ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫുൾ വീഡിയോ കാണാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഈ തക്കാളി എന്ന് പറയുന്നത് സ്കിൻ ബ്രൈറ്റിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. തക്കാളി എന്ന് പറയുന്നത് തക്കാളിയും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ട് ഫേസിൽ ഡെയിലി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല സ്കിൻ ലൈറ്റൻ ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു പാക്കറ്റിലെങ്കിലും തക്കാളി ജ്യൂസിൽ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് ഫേസിൽ ഡെയിലി യൂസ് ചെയ്യുക. നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. പിന്നെ അതിലേക്ക് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ബ്രൂവിൻ്റെ കോഫി പൗഡറാണ്. നിങ്ങൾക്ക് സാധാരണ കോഫി പൗഡർ അല്ലെങ്കിൽ ഈ കോഫി പൗഡർ നമുക്ക് ബ്രൂവിൻ്റെ ആയാലും എടുത്താൽ മതി. ബ്രൂവിൻ്റെ എടുത്താലും കുറച്ച് കൂടുതൽ റിസൾട്ട് കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ പേഴ്സണലി. പിന്നെ അതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ജാസി ആഡ് ചെയ്യാൻ പറഞ്ഞത്. ഞാൻ അതിലേക്ക് ചേർക്കുന്നത് കടലമാവാണ്. ഗോതമ്പ് പൊടി എനിക്ക് വലിയ റിസൾട്ട് തരുന്ന പോലെ എനിക്കതിനായിട്ട് കുറച്ചും കൂടി ബെറ്റർ റിസൾട്ടായിട്ട് തോന്നിയത് കടലമാവാണ് കേട്ടോ. അപ്പോൾ കടലമാവാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ തക്കാളി ജ്യൂസ് ആഡ് ചെയ്തപ്പോൾ കുറച്ച് വെള്ളം പോലെയായി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഈ കടലമാവ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് തിക്കായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നാലാണ് പെട്ടെന്ന് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. എപ്പോഴും ഫേസ് പാക്ക് ഇടുമ്പോൾ കുറച്ച് തിക്കായിട്ട് ഇടുക. അത് കുറച്ച് ഡ്രൈ ആവണ വരെ വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യുക. ഇതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ ബിഫോർ ഫേസ് കണ്ടാലും ആഫ്റ്റർ കണ്ടാലും നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കാനേ പറ്റും. റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഒരു 10-20 മിനിറ്റൊക്കെ ഞാൻ വെക്കുന്നുണ്ട്. ഒരുപാട് ഡ്രൈ ആവണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഡ്രൈ ആവണ വരെ ഞാൻ ഈ ഒരു ഫേസ് പാക്ക് ഫേസിൽ ഇട്ടിട്ടില്ല കേട്ടോ. ഈ ഒരു ഫേസ് പാക്ക് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ പൊട്ടറ്റോ അടിപൊളിയാണ്. നമ്മുടെ ടാനൊക്കെ മാറ്റാൻ അടിപൊളിയാണ്. അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റനിങ് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പൊട്ടറ്റോ പറയുന്നത്. പൊട്ടറ്റോ പാക്കുകളൊക്കെ ഞാൻ ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കാപ്പിപ്പൊടിയും നല്ലതാണ്. തക്കാളി ജ്യൂസും ഞാൻ പറഞ്ഞ പോലെ നല്ലതാണ് കേട്ടോ. ഫേസിൽ ഞാൻ ഇതിട്ടിട്ട് ഒരുപാട് ഡ്രൈ ആക്കാൻ ഞാൻ വെച്ചിട്ടില്ല കേട്ടോ. ബാക്കി വരുന്ന ഞാൻ പറഞ്ഞില്ലേ തക്കാളി ഒരു മുറി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യാം. അപ്പോൾ ആ തക്കാളിൻ്റെ ഗുണങ്ങളും കിട്ടും, സ്ക്രബ് ചെയ്യണതിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ വേസ്റ്റ് ആക്കേണ്ട, ഇങ്ങനെ ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഏത് പൊടിയാണോ അവൈലബിൾ ആയിരിക്കുന്നത് ഓട്സ് ഇടാം, അല്ലെങ്കിൽ കടലമാവ് പൊടി ഇടാം, മുൾട്ടാണി മിട്ടി ഇടാം. ഈ ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഏതായി യൂസ് ചെയ്താലും നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഫേസ് എനിക്കിന്ന് സ്ക്രബ് ചെയ്ത് ഒന്ന് മാറ്റുമ്പോൾ എനിക്ക് നല്ലൊരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല റിസൾട്ട് ഉണ്ട്. പുറത്തൊക്കെ പോകാൻ നോക്കുമ്പോൾ സ്കിൻ ഡള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്തു കേട്ടോ. ഫസ്റ്റ് യൂസ് തന്നെ നല്ല റിസൾട്ട് കിട്ടും. കുറച്ച് തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് വെള്ളം പോലെ ആയിട്ടുണ്ട്, പക്ഷേ തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് വിസിബിളായിട്ട് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് എനിക്ക് ഫീൽ ചെയ്തു. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ആയി, അതുപോലെ തന്നെ ഗ്ലോ വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ അടിപൊളി റിസൾട്ടാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ, ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ലൈക്കും കൂടി ചെയ്യാം. പിന്നെ ഞാൻ കാണിച്ചു തരാൻ പോണത്, ഒരുപാട് പേര് എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നവരുണ്ട് കേട്ടോ. പുട്ടി ഇട്ടിട്ടാണോ ഫേസ് പാക്ക് വീഡിയോ കാണിക്കുന്നത് എന്നൊക്കെ കേട്ടോ. അപ്പോൾ പുട്ടി ഇട്ടിട്ടാണോ ഞാൻ ഫേസ് പാക്ക് വീഡിയോ കാണിക്കുന്നത് എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ വൈറ്റ് ക്ലോത്ത് എടുത്തിട്ട് ഞാൻ എൻ്റെ ഫേസ് തുടച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുട്ടി അതിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഒരു ഫേസ് പാക്ക് ഇടുമ്പോൾ പുട്ടി ഇട്ടിട്ട് കാണിക്കേണ്ട കാര്യം എനിക്കില്ല കേട്ടോ. അപ്പോൾ നെഗറ്റീവ് കമൻറ്റ്സ് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവർ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.